മിസ്റ്റർ മോദി, സംഘപരിവാർ എഴുതി തയ്യാറാക്കിയ മാധ്യമ അഭിമുഖങ്ങളിൽ ചോദിക്കാത്ത ചില ചോദ്യങ്ങൾ ഞങ്ങൾ ന്യൂനപക്ഷത്ത് നിന്നുകൊണ്ട് ചോദിക്കട്ടെ? ഉത്തരം പറയാമോ? സംഘപ്രവർത്തകൻ പ്രതാപ് സാരംഗി ആദ്യമായി MP ആയപ്പോൾ തന്നെ മന്ത്രിയായി അവരോധിച്ചത് സുവിശേഷ പ്രവർത്തകനായ ഗ്രഹാം സ്റ്റെയിൻസിനെയും കുഞ്ഞുങ്ങളെയും ചുട്ടുകൊന്നതിനുള്ള പ്രതിഫലമായിരുന്നു. ക്രിസ്ത്യൻ ബിഷപ്പുമാർക്കെതിരെ ED കയറൂരി വിടുന്നത് അവരെ നിങ്ങളുടെ വരുതിക്ക് നിർത്താനാണ്. 2023 ആദ്യ 8 മാസത്തിൽ മാത്രം ക്രിസ്ത്യാനികൾക്കെതിരെ നടന്ന 525 ആക്രമണങ്ങൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളിൽ നിന്ന് മറച്ചുവെച്ചതെന്തിന്? മണിപ്പൂർ കുരുതിക്കളമായിട്ടും അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാതെ ഫോട്ടോഷൂട്ടുകളുമായി കറങ്ങി നടക്കുന്ന നിങ്ങൾക്ക് ന്യൂനപക്ഷങ്ങളോട് എന്ത് കരുതലാണുള്ളത്? അഗതികളുടെ ആശ്രയമായ ലോകജനത ബഹുമാനിക്കുന്ന മദർ തെരേസയുടെ സ്ഥാപനങ്ങളുടേതടക്കം കന്യാസ്ത്രീകളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിദേശ ഫണ്ടിനുള്ള FCRA ലൈസൻസ് റദ്ദാക്കിയതും അയോധ്യ രാമജന്മഭൂമി ട്രസ്റ്റിന് FCRA ലൈസൻസ് കൊടുത്തതും നിങ്ങളുടെ ഇരട്ടത്താപ്പല്ലേ വ്യക്തമാക്കുന്നത്? വയോവൃദ്ധനായ ഫാദർ സ്റ്റാൻ സ്വാമിയെ നിങ്ങൾ എന്തിനാണ് അകാരണമായി ജയിലിലടച്ച് ക്രൂരമായി പീഡിപ്പിച്ച് മരണത്തിന് വിട്ടുകൊടുത്തത്? ഛത്തീസ്ഗഡിൽ ഗോത്രവർഗ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള വിവേചനങ്ങൾ മുതൽ എണ്ണിയാൽ തീരാത്ത ചോദ്യങ്ങൾ ഇനിയുമുണ്ട്.